ഭാരതത്തിന് അമേരിക്ക ഏർപ്പെടുത്തിയ 18% തീരുവ മറ്റ് പല രാജ്യങ്ങളിലേതിനേക്കാൾ കുറവാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ രാജ്യസഭയിൽ. തീരുവ നിരക്ക് ഭാരതത്തിന്റെ കയറ്റുമതി ശേഷി വർദ്ധിപ്പിക്കാൻ സഹായകരമാകും. രാജ്യത്തെ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണിയിൽ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ഈ തീരുവയുമായി ബന്ധപ്പെട്ട് മന്ത്രി പീയൂഷ് ഗോയൽ എന്തൊക്കെ കാര്യങ്ങളാണ് രാജ്യസഭയിലും ഇന്ന് വിശദീകരിച്ചത്, വ്യക്തമാക്കിയത്? ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാറുമായി ബന്ധപ്പെട്ട് പ്രത്യേക പ്രസ്താവന ഇന്നിപ്പോൾ രാജ്യസഭയിൽ കേന്ദ്ര കൊമേഴ്സ് മന്ത്രി പീയൂഷ് ഗോയൽ നടത്തുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വ്യക്തമാക്കിയത് ഈ 18% തീരുവ എന്നുള്ളത് മറ്റ് സമീപ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളാണെങ്കിലും മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഈ തീരുവ വളരെ കുറവാണ് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അത് ഭാരതവുമായുള്ള അഭേദ്യമായ അമേരിക്കയുടെ ബന്ധം കൊണ്ടാണ് ഇത്തരത്തിൽ തീരുവ കുറയ്ക്കുവാൻ വേണ്ടിയുള്ള തീരുമാനമുണ്ടായത്. കഴിഞ്ഞ ഫെബ്രുവരി 2 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചു. അതിനുശേഷമാണ് ഈ തീരുവ കുറയ്ക്കുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഡയറി സെക്ടറിലും അതേപോലെ തന്നെ ഫാമിംഗ് സെക്ടറിലും കൃഷി അതേപോലെ തന്നെ ക്ഷീരോത്പാദന മേഖലകൾക്ക് പ്രത്യേക സംരക്ഷണം ഇതിൽ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, ഈ തീരുവ കുറച്ചതിലൂടെ ഭാരതത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ വിവിധ രാഷ്ട്രങ്ങളിലേക്ക് അമേരിക്കയിലേക്ക് കൂടുതലായി കയറ്റുമതി ചെയ്യപ്പെടുമെന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അത് വിവിധ മേഖലകൾക്ക് ഉണർവ് നൽകുമെന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അതേപോലെ തന്നെ ആഭരണ നിർമ്മാണ മേഖലകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇതിലൂടെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് രാജ്യസഭയിൽ അദ്ദേഹം പ്രത്യേക പ്രസ്താവനയുടെ വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഭാരതത്തിൻ്റെ ആഭരണ മേഖല അതേപോലെ തന്നെ മറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗവുമായി ബന്ധപ്പെട്ട മേഖലകൾ, ടെക്സ്റ്റൈൽ മേഖലകളിലൊക്കെ തന്നെ വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ കരാറാണ് ഇപ്പോൾ അമേരിക്കയുമായി ഭാരതം ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുകയുണ്ടായത്. ഇത് ഭാരതത്തിലെ 140 കോടി ജനങ്ങൾക്കും ഇതിൻ്റെ പ്രയോജനമുണ്ടാകും. ഇത് എല്ലാ ഗ്രാമീണ മേഖലകൾക്കും കൃത്യമായ ഉണർവേകുമെന്നുള്ളതും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇതിനെല്ലാം ഉപരി അദ്ദേഹം സൂചിപ്പിച്ചത് ഈ 2 മേഖലയാണ്. കൃഷിയും അതേപോലെ തന്നെ ക്ഷീരോത്പാദന മേഖലകൾക്കും പ്രത്യേക സംരക്ഷണം ഇതിൽ ഉറപ്പാക്കുന്നുണ്ടെന്നും അദ്ദേഹം ഇന്നിപ്പോൾ രാജ്യസഭയിൽ നടത്തിയ പ്രത്യേക പ്രസ്താവനയിൽ വ്യക്തമാക്കിയുണ്ടായി. സുരേഷ്, ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.